തിരുവനന്തപുരം കിളിമാനൂർ SHO ബി ജയനെതിരെ ഗുരുതര മർദ്ദന പരാതിയുമായി യുവാവ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വളഞ്ഞിട്ട് മർദ്ദിച്ചുവെന്നാണ് സ്വകാര്യ ബസ് ഡ്രൈവറായ വി അർജുന്റെ പരാതി. സ്റ്റേഷനിൽ ക്യാമറ ഇല്ലാത്ത മുറിയിൽ കൊണ്ടുപോയി 1 മണിക്കൂറോളം ക്രൂരമായി മർദ്ദിച്ചെന്നും പോലീസ് ഇടപെട്ട് ചികിത്സ നിഷേധിച്ചുവെന്നും അർജുൻ പറയുന്നു. അപ്പോൾ ഞാൻ കിളിമാനൂർ സ്റ്റാൻഡിലോട്ട് വന്ന് കയറുന്ന വഴിയിൽ വരെയായിരുന്നു. അപ്പോഴത്തേക്കും സർക്കിളിൻ്റെ വണ്ടി ഓപ്പോസിറ്റ് റോങ് സൈഡ് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ച്. ഞാൻ ചീത്ത വിളിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചതാണ്. എന്നെ ബസ്സിൻ്റെ ബാക്ക് ഡോറിൽ കൂടെ വന്ന് എന്നെ പിടിച്ചിറക്കി ജീപ്പിൽ കയറ്റി ജീപ്പിലിട്ട് ഇടിച്ച് പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് എല്ലാവരും കൂടെയാണ് ഇടിച്ചത്. മാത്രമല്ല എല്ലാവരും കൂടെയാണ് ഇടിച്ചത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ വനിതാ പോലീസ് മാത്രമേ ഇടിച്ചില്ല, ബാക്കി എല്ലാവരും കൂടെയാണ് ഇടിച്ചത്. അതിനുശേഷം എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ഒന്നുമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നേരെ വല്യൊന്നിൽ പോയി, അവിടെ നിന്ന് മെഡിക്കലിൽ പോയി, അവിടെ ഒരു ദിവസം കിടന്ന് അവിടെ നിന്ന് നേരെ കല്ലറ ആശുപത്രിയിലോട്ട് എന്നെ പറഞ്ഞു വിട്ട്. അവിടെ കിടന്നപ്പോഴത്തേക്കും അവിടുത്തെ പാങ്ങോട് സ്റ്റേഷനിൽ പോലീസ് വന്ന് ഞാൻ അവിടെ വിഷയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഷഫീദ് റാവുത്തറ വാർത്തകളിൽ ചെയ്യുന്നു. ഷഫീദ്, പോലീസിന്റെ ഈഗോയെ ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ പോലീസിനെ ചോദ്യം ചെയ്താൽ പോലീസ് വിളിക്കുന്ന അസഭ്യം എന്തിനാണ് ചേട്ടാ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം കുന്നംകുളത്തെ സുജിത്ത് ആ ദൃശ്യങ്ങളടക്കം കേരളത്തെ സാക്ഷ്യപ്പെടുത്തിയതാണ്. സമാനമായ സംഭവം തന്നെയാണോ ഇത്? ഇപ്പോൾ ഈ അർജുന്റെ പുറത്തെ പാടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മർദ്ദിച്ചതാണ്. ഈ അധികാരസ്ഥാനത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും തരത്തിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ അസഭ്യം വിളിക്കുകയോ ചെയ്താൽ അവരെ ചോദ്യം ചെയ്താൽ സാധാരണക്കാരായ മനുഷ്യർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ആ യുവാവിന്റെ പുറത്തുള്ള പാടുകൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 18-ാം തീയതി ഉച്ചയ്ക്ക് 1:20 ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ കിളിമാനൂരിൽ നിന്ന് കല്ലമ്പലത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് ഈ മർദ്ദനമേറ്റ അർജുൻ എന്ന് പറയപ്പെടുന്ന യുവാവ്. ഇയാൾ ഈ സമയത്ത് ബസ് സ്റ്റാൻഡിലേക്ക് സ്വകാര്യ ബസ്സുമായി കയറാൻ നോക്കിയപ്പോൾ അവിടേക്ക് സ്റ്റേഷനകത്ത് നിന്ന് കിളിമാനൂർ SHO ബി ജയനും പോലീസ് സംഘവും കൂടി ജീപ്പിൽ വെളിയിലേക്ക് വരുന്നു. അവിടെ വെച്ച് ഈ 2 വാഹനത്തിനും പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ഈ കിളിമാനൂർ SHO ബി ജയൻ ഈ ബസ് ഡ്രൈവറെ അസഭ്യം വിളിച്ചു. തുടർന്ന് എന്തിനാണ് അസഭ്യം വിളിച്ചതെന്ന് ചോദിച്ചതായിരുന്നു ഈ SHOയുടെ ഈഗോ ഹർട്ട് ചെയ്യാനുള്ള കാരണം. തുടർന്ന് ഈ ബസ്സിന്റെ പുറകിലത്തെ ഡോർ വഴി SHO അകത്തേക്ക് കയറി അർജുനെ ബസ്സിൽ നിന്ന് വലിച്ചിറക്കുന്നു. അതിനുശേഷം ജീപ്പിലേക്ക് കൊണ്ടുപോയി ആദ്യഘട്ട ഇടി നടത്തുന്നു. അർജുൻ ഉറക്ക നിലവിളിച്ചപ്പോൾ ജീപ്പിലുണ്ടായിരുന്ന ഒരു ടർക്കി എടുത്ത് അർജുന്റെ വായിൽ തിരികെ കയറ്റിയെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ശേഷം കിളിമാനൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. കിളിമാനൂർ SHOയുടെ മുറിക്ക് സമീപത്ത് CCTV സ്ഥാപിക്കാത്ത മറ്റൊരു മുറിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അർജുൻ സ്ഥാപിക്കുന്നത്. സ്വാഭാവികമായും അത് ഇടിമുറിയാകാം. അവിടെ വെച്ച് ക്രൂരമായി ആ സ്റ്റേഷനിലെ വനിതാ പോലീസുകാരല്ലാത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും മർദ്ദിച്ചു എന്നുള്ളതാണ് അർജുൻ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. മാത്രവുമല്ല, അതിനുശേഷം ഇയാൾ ആദ്യം ആറ്റിങ്ങൽ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. തുടർന്ന് കല്ലറ വീടിന് തൊട്ടടുത്തുള്ള കല്ലറ ആശുപത്രിയിലേക്ക് പോകാൻ മെഡിക്കൽ കോളേജിൽ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ അവിടേക്ക് പോയി അവിടെ ചികിത്സയിൽ തുടരവേ ഈ ചെറുപ്പക്കാരൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ വിവരം കിട്ടിയ ഇവിടെ ഡോക്ടറെ ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കിളിമാനൂർ SHO ഗുരുതരമായി മർദ്ദിച്ചു. സ്റ്റേഷനിൽ കൊണ്ടിട്ട് അവിടെ വനിതാ പോലീസുകാർ ഒഴികെയുള്ളവരൊക്കെ കൈവച്ചു എന്നാണ് അർജുൻ പറയുന്നത്. ശരിയാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കുന്നംകുളത്തെ CCTV ദൃശ്യങ്ങൾ സാക്ഷ്യമായുണ്ട്. വന്നവനും പോയവനും ഒക്കെ കൈവെക്കുന്ന പരിപാടി സ്റ്റേഷനിനകത്ത് നടക്കില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിലുണ്ടായത് എന്താണ് എന്ന കാര്യമൊക്കെ അന്വേഷണം നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.